IPL മാച്ച് നമ്പർ 50 ഇന്നലെ അവസാനിച്ചപ്പോൾ തുടർച്ചയായ 6ാം വിജയത്തോടെ മുംബൈ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്തേക്ക് പോകുന്നതാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച രാജസ്ഥാൻ ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ വളരെ ശ്രദ്ധയോടെയുള്ള തുടക്കമായിരുന്നു രോഹിത്തും റിക്കൾട്ടനും അവർക്ക് കൊടുത്തത്. ആദ്യ 3 ഓവറിൽ 16 മാത്രം MI നേടിയപ്പോൾ പിന്നീട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ MI ഓപ്പണേഴ്സ് തുടങ്ങി. പിന്നീട് വന്ന 3 ഓവറിൽ 42 നേടിയപ്പോൾ പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 58 എന്ന നിലയിലായിരുന്നു അവർ. പവർ പ്ലേ കഴിഞ്ഞും അതേ രീതിയിൽ തന്നെ അറ്റാക്ക് വന്നപ്പോൾ 116 റൺസിന്റെ 1ാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് ഇരുവരും കൂട്ടിച്ചേർത്തത്. അടുത്തടുത്ത ഓവറുകളിൽ ഇരുവരും പുറത്തായെങ്കിലും പിന്നീട് വന്ന സൂര്യ ഹാർദിക് ജോഡി 94 റൺസിന്റെ പാർട്ണർഷിപ്പ് കൂട്ടിച്ചേർത്ത് 217-2 എന്ന നിലയിലാണ് MI ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു MIയുടെ ടോപ്പ് 4 ബാറ്റേഴ്സും ഒരു മത്സരത്തിൽ 40-ന് മുകളിൽ സ്കോർ ചെയ്യുന്നത്. രാജസ്ഥാനെ നോക്കിയാൽ വളരെ ഡിഫൻസീവായ രീതിയിലായിരുന്നു ബൗളേഴ്സിനെ അവർ ഇന്നലെ ഉപയോഗിച്ചത്. പവർ പ്ലേയിൽ ആർച്ചറെ കൊണ്ട് മാക്സിമം അറ്റാക്ക് ചെയ്തതിന് പകരം റൺസ് കണ്ടെയ്ൻ ചെയ്ത് മാച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പരാഗ് നോക്കിയത്. അതുകൊണ്ടായിരുന്നു 3ാം ഓവറിൽ തീക്ഷ്ണയെ കൊണ്ടുവന്ന് ആർച്ചറെ 5ാം ഓവറിലേക്ക് പുഷ് ചെയ്തത്. ഫറൂഖിയെ മാക്സിമം പന്ത് മൂവ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നതിന് പകരം വെറും 2 ഓവറിന് വേണ്ടി മാത്രമാണ് പവർ പ്ലേയിൽ ഉപയോഗിച്ചത് പോലും. ശേഷം ഡെത്ത് ഓവറിന് വേണ്ടി ഫറൂഖിയെ കൊണ്ടുവന്നപ്പോൾ 2 ഓവറിൽ 34 രാജസ്ഥാൻ വിട്ടുകൊടുത്തത്. മൊത്തത്തിൽ ഒരു അവിയൽ പരുവത്തിലാണ് അവരുടെ ബൗളിംഗ് മൊത്തം ഇന്നലെ നടന്നത്. ബേസിക്കലി മത്സരത്തിന് മുൻപ് എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തു വരുന്നോ അത് ഗെയിം അവരുടെ കൺട്രോളിലാണെങ്കിലും അല്ലെങ്കിലും ചെയ്യുന്നു എന്നതാണ് അവരുടെ മെയിൻ ഗെയിം പ്ലാൻ. ഒരിക്കലും മത്സരത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് കാണാനേ പറ്റുന്നില്ല. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രാജസ്ഥാന്റെ ഓപ്പണേഴ്സ് കളിച്ചിട്ടില്ല എങ്കിൽ മത്സരം വിജയിക്കില്ല എന്നത് 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു. നേരിട്ട് 2ാം പന്തിൽ തന്നെ വൈഭവ് ഡക്കാവുകയും 2ാം ഓവറിൽ ജയ്സ്വാൾ ബോൾഡ് ആവുകയും ചെയ്തതോടെ ഗെയിം അവിടെ തന്നെ തീരുമാനമായിരുന്നു. ശേഷം നിതീഷ് റാണ, പരാഗ്, ഹെഡ്മേർ എന്നിവർ 5 ഓവറിനുള്ളിൽ തന്നെ പുറത്തായതോടെ 100% MI മത്സരം അവിടെ തന്നെ വിജയിച്ചു. പിന്നീട് ജസ്റ്റ് ചടങ്ങ് മാത്രമായിരുന്നു മത്സരം. പവർ പ്ലേയിൽ 62-5 ആയിരുന്നു രാജസ്ഥാൻ. പിന്നീടും അതുപോലെ തന്നെ വിക്കറ്റ് വീഴാൻ തുടങ്ങിയപ്പോൾ 117-ന് രാജസ്ഥാൻ പുറത്താവുകയാണ് ഉണ്ടായത്. വിജയത്തോടെ മുംബൈ റൺ റേറ്റ് മെച്ചപ്പെടുത്തി 1ാം സ്ഥാനത്തേക്ക് പോയിരിക്കുമ്പോൾ രാജസ്ഥാൻ ഒഫീഷ്യലി എലിമിനേറ്റ് ആയിട്ടുണ്ട്. അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡ് നോക്കിയാൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ 217 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 117-ന് രാജസ്ഥാൻ പുറത്താവുകയാണ് ഉണ്ടായത്.